അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹലീമ ബീവി ആദ്യഘട്ടം ഏറ്റെടുത്തതും എഗ്രിമെൻ്റ് പ്രകാരം സമയം കഴിഞ്ഞപ്പോൾ തിരിച്ചു കൊണ്ടാക്കി വീണ്ടും ആ എഗ്രിമെൻ്റ് അല്ലെങ്കിൽ കരാറ് പുതുക്കുന്നതും ഒക്കെയാണ് ഇന്നലെ പറഞ്ഞത്. ശേഷം കുഞ്ഞിനെ ആദ്യത്തെ ഘട്ടത്തിൽ ശ്രദ്ധിച്ചതിനേക്കാൾ കരുതലോടെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹലീമ ബീവി പരിചരിച്ചത്. ഹലീമ ബീവി ഹബീബായ തങ്ങൾക്ക് മാത്രമൊന്നുമല്ല മുല കൊടുത്തത്, പ്രശസ്തരായ ഒട്ടേറെ പേർക്ക് മുലപ്പാൽ കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രത്യേകം എടുത്തു പറയാനുള്ളത് ഹബീബിൻ്റെ പിതൃ സഹോദരനായ ഹംസ റളിയല്ലാഹു അൻഹു, ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ്, അവർക്ക് പോലും മുലപ്പാൽ കൊടുത്ത ആളാണ് അത് ഹലീമത്തു അസ്സഅദിയ എന്ന് പറയുന്നത്. മാത്രമല്ല ഹംസ റളിയല്ലാഹു അൻഹുവിന് മറ്റൊരാളും കൂടെ മുല കൊടുത്തിട്ടുണ്ട്, സുവൈബ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അബൂലഹബിൻ്റെ അടിമ സ്ത്രീയായിരുന്ന സുവൈബ. ഈ സുവൈബ ഹംസക്കും റളിയല്ലാഹു അൻഹും മുല കൊടുത്തിട്ടുണ്ട്, റസൂലുള്ളാഹി തങ്ങൾക്കും പ്രഥമഘട്ടത്തിൽ മുലപ്പാൽ കൊടുത്തിട്ടുണ്ട്. വേറെയും ചില സ്ത്രീകളൊക്കെ ചരിത്രത്തിൽ കാണാൻ പറ്റും ഹബീബായ തങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കുന്നതായിട്ട്. ഹലീമ സഅദിയ റളിയല്ലാഹു അൻഹ പിന്നീട് തൻ്റെ ജീവിത വ്യവഹാരങ്ങൾ മറ്റു ചെറിയ ചുറ്റുപാടുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റിവെച്ച് പൂർണ്ണ തോതിൽ ഈ കുട്ടിയെ പരിചരിക്കുന്നതിലായി ശ്രദ്ധ. എല്ലായ്പ്പോഴും ഹബീബായ തങ്ങളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക, എപ്പോൾ നോക്കിയാലും മറ്റു മക്കളെക്കാൾ കൂടുതൽ പരിഗണന കൊടുക്കുക. കാരണം തങ്ങളുടെ മുമ്പിൽ എത്തിപ്പെട്ട ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവർ കണ്ടത്. അത് അവർക്ക് മാത്രമല്ല, എല്ലാ കാലത്തും എല്ലാ ലോകർക്കും. ഖുർആനും ഹദീസും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മുഖത്തേക്കുള്ള നോട്ടം. ഖുർആനിലേക്ക് നോക്കിയാൽ കൂലി കിട്ടും, ഉമ്മാൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ കൂലി കിട്ടും, റസൂലുള്ളാഹിനെ നോക്കിയിരിക്കൽ കൂലി കിട്ടുന്ന കാര്യം. അതെല്ലാ കാലത്തും, യഖ്ളത്തിലാകട്ടെ സ്വപ്നത്തിലാകട്ടെ. പുന്നാരപ്പൂവിൻ്റെ കവിൾ തടം എന്തൊരലങ്കാരം, പൊന്നൂറിൻ്റെ പ്രഭാകിരണങ്ങൾ എന്തു ചമൽക്കാരം, പുഞ്ചിരി കണ്ടാലതു മതി ജീവിത വിജയ പുരസ്കാരം, പഞ്ചാരത്തിരുമേനി മണത്തവർ ഇരുജഗമിൽ താരം. അല്ലാഹു നമുക്കൊക്കെ ആ വലിയ സൗഭാഗ്യം തരട്ടെ. കാണുന്നത് അനുഗ്രഹമാണ്, കൂടെ കൂടുന്നത് അനുഗ്രഹമാണ്, പിന്നെ കെട്ടിപ്പിടിക്കാനും കൂടെ അവസരം കിട്ടിയാലോ അത് അതിനപ്പുറവും വലിയ മഹാഭാഗ്യമാണ്. ഏതായാലും ഹലീമ ബീവിയുടെ ഈ രണ്ടാം ഘട്ടത്തിൽ ആയിരിക്കുമ്പോഴാണ് മക്കളോട് കൂടെ കളിക്കുകയായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വേള ഹലീമ ബീവിൻ്റെ മകൻ ഓടി വന്നിട്ട് അമ്മനോട് പറയുന്നുണ്ട്, ഇന്ന മുഹമ്മദൻ ഖദ് ഖുതിൽ, മുഹമ്മദ് കൊല്ലപ്പെട്ടിട്ടുണ്ട് കേട്ടോ എന്നറിഞ്ഞു. ഹലീമ ബീവിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയുന്നില്ല. വെപ്രാളത്തോടെ മോനോട് ചോദിച്ചു, എന്ത് പറ്റി ഒന്നിച്ച് കളിക്കുകയായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, രണ്ടാളുകൾ വന്നു, ശുഭ്ര വസ്ത്രധാരികളായിരുന്നവർ, നല്ല ആഴം നീട്ടക്കുള്ള മനുഷ്യന്മാരാണ്. അവർ വന്നിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മുഹമ്മദിനെ മാത്രം തെരഞ്ഞു പിടിച്ചു, കുറച്ച് ദൂരേക്ക് അല്പം മാറി കിടത്തിയിട്ട് ബോധം കെടുത്തി, എന്നിട്ട് നെഞ്ച് പിളർത്തുന്നത് കണ്ടു. ആ രംഗം കൃത്യമായിട്ട് ഈ കുഞ്ഞ് ഹലീമ ബീവിയോട് വിശദീകരിച്ചു കൊടുക്കണം. ഹലീമ ബീവി ആകെ ബേജാറായി. അല്പം കഴിഞ്ഞപ്പോഴേക്ക് റസൂലുള്ളാഹി തങ്ങൾ തനിക്കൊന്നും ബാധിച്ചിട്ടില്ല എന്ന മട്ടിൽ ഇങ്ങനെ വീട്ടിലേക്ക് മടങ്ങി വരുന്നുണ്ട്. പക്ഷേ എനിക്കെന്തോ ഫസഅ് കൂടിയിട്ടുണ്ട്, ചെറിയൊരു പനി പോലെ, അതല്ലെങ്കിൽ ഒരു ചെറിയ പേടി കുടുങ്ങിയിട്ടുണ്ട്. ഹലീമ സഅദിയ വേഗത്തിൽ കുഞ്ഞിനെയും വാരിയെടുത്ത് ഹാരിസിനെ കൂട്ടിയിട്ട്, തൻ്റെ ഭർത്താവായ ഹാരിസിനെ കൂട്ടിയിട്ട് നമുക്ക് തിരിച്ചേൽപ്പിക്കാം, കാരണം ഇത് അപകടമാണ്, ഇത് ദുസ്സൂചനയാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് ഈ കുട്ടിക്ക് എന്തെങ്കിലും പറ്റുന്ന മുമ്പ് തിരിച്ചേൽപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഈ കുഞ്ഞിനെയും കൊണ്ട് ആമിന ബീവി റളിയല്ലാഹു അൻഹയിലേക്ക് തിരിച്ചേൽപ്പിക്കാം. ചരിത്രത്തിൽ ഇതിൽ ചില സമയത്തിൽ ക്രമീകരണത്തിലേക്ക് അഭിപ്രായാന്തരങ്ങളുണ്ട്.
4 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്, 5-ാം വയസ്സിലേക്ക് എത്തിയിട്ടുണ്ട്, അതല്ല 4-ാം വയസ്സിലേക്ക് അടുക്കുമ്പോഴാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞു വെച്ചത് 4 വർഷമാണ് ടോട്ടൽ ഹലീമ സഅദിയ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ഹബീബായ തങ്ങൾ ഉണ്ടായിരുന്നത് എന്നാണ്. എങ്ങനെയായാലും അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് കുറഞ്ഞ കാലം ആമിന റളിയല്ലാഹു അൻഹ ഏറ്റെടുത്ത് മകനെ എല്ലാ അർത്ഥത്തിലും ആ കുറഞ്ഞ കാലം മാത്രമാണ് സത്യം പറഞ്ഞാൽ ഹബീബായ തങ്ങൾക്ക് ഉമ്മ എന്നുള്ള ആ ഓർമ്മയിലേക്ക് എന്തെങ്കിലും ഉള്ള ഒരു സമയം എന്ന് പറയുന്നത്. എന്നാലോചിക്കും, നമുക്കതിപ്പോൾ സങ്കല്പിക്കാൻ കഴിയുമോ? വാപ്പല്ലേ, ഓക്കെ, ഒരു പരിധി വരെ ഉമ്മാനെ കൊണ്ട് പരിഹരിക്കാൻ പറ്റും. പക്ഷെ ഉമ്മയില്ലെങ്കിലോ? ഉമ്മാക്ക് കിട്ടുന്ന സമയത്ത് മറ്റൊരു സ്ത്രീ ഹബീബായ തങ്ങൾ എങ്ങനെ പരിചരിക്കണം? ഏതായാലും മാസങ്ങൾ മാത്രമാണ് അമിന ഉമ്മ റളിയല്ലാഹു അൻഹയുടെ അടുക്കലെത്തിയത്. 6 വയസ്സായപ്പോൾ ഈ കുഞ്ഞിനെയും കൊണ്ട് അബ്ദുള്ള എന്നവർ മറവ് ചെയ്യപ്പെട്ട സ്ഥലം കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഉമ്മ മോനോട് ആഗ്രഹം ചോദിച്ചു. ഉപ്പാൻ്റെ ഖബർ കാണാൻ ബോധ്യമുണ്ടോ ചോദിച്ചു. ഈ നിഷ്കളങ്കനായ കുഞ്ഞ് പറഞ്ഞു അതേ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആമിന ബീവിയും മുഹമ്മദും അതുപോലെ തന്നെ ഉമ്മുഹാനും, ഉമ്മൈമനാണ് തോന്നുന്നു, തിരുത്തണ്ടെങ്കിൽ ഞാൻ പറയും ഉമ്മൈമൻ, ഇവർ 3 പേരും കൂടെ യാത്ര തിരിക്കുകയാണ്. കൂട്ടത്തിൽ വേറെയും ആളുകളുണ്ടെന്ന് പല ചരിത്രത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഏതായാലും അവർ യാത്ര തിരിച്ചു. ദീർഘ ദൂരമുള്ള യാത്രയാണ്. ആ യാത്രയിൽ പാപ്പാൻ്റെ ഖബർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. 6 വയസ്സുകാരന് നിന്റെ ഉപ്പാൻ്റെ ഖബർ ഇതാണെന്ന് മദീനയിൽ പോയിട്ട് കാണിച്ചു കൊടുക്കണം. കുടുംബക്കാരോട് കൂടെ കുറച്ച് മാസങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്യാം. അവിടെ നിന്ന് തിരിച്ച് പോരുന്ന വഴി അബവ എന്ന് പറയും, അബവാ എന്ന് പറയും. ആ സ്ഥലത്തെത്തുമ്പോൾ മരുഭൂമിയിലൂടെയാണ്, അവരുടെ ഒട്ടകപ്പുറത്താണ് അവർ യാത്ര ചെയ്യുന്നത്. അബവായിലെത്തിയപ്പോൾ ക്ഷീണവും തളർച്ചയും കാരണം ആമിന ബീവി ഉമ്മൈമനോട് പറഞ്ഞു, നമുക്ക് കുറച്ച് വിശ്രമിച്ചിട്ട് പോകാം. ആ വിശ്രമം ദീർഘകാല വിശ്രമത്തിലേക്ക് വഴിമാറുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന പൊന്നുമോൻ്റെ മുമ്പിൽ ആമിന ബീവി പെടഞ്ഞ് മരിക്കാനെടുക്കുകയാണ്. ഉമ്മൈമൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഈ മോനെ അബ്ദുൽ മുത്തലിബിനെ നിങ്ങൾ തിരിച്ചേൽപ്പിക്കണം, ഏറ്റവും സുരക്ഷിതമായി നിങ്ങൾ നാട്ടിലെത്തണം, എന്നിട്ട് ഇവൻ്റെ വല്യാപ്പ അബ്ദുൽ മുത്തലിബിനെ നിങ്ങൾ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. ആലോചിക്കുക, 6 വയസ്സുകാരൻ ഉമ്മ അങ്ങനെ മരുഭൂമിയിൽ നിസ്സഹായായി അവിടെ പടഞ്ഞു മരിക്കുകയാണ്. കഴിഞ്ഞിട്ട് ഉമ്മൈമൻ പറയുന്നൊരു വർത്താനുണ്ട്, എന്നെക്കൊണ്ട് ഒറ്റയ്ക്കൊരു ഖബർ കളച്ചിട്ട് ആ മരുഭൂമിയിൽ ഈ ഉമ്മനെ മറമാടാൻ കഴിയാത്തൊരു സാഹചര്യം, ഞാൻ ഈ കുഞ്ഞു മോൻ്റെ സഹായം തേടിയെന്ന്. എന്നാലോചിക്ക്, ഉമ്മൈമൻ പറയാണ്, എന്നെക്കൊണ്ട് കഴിയുന്നില്ല, ഞാൻ ഈ 6 വയസ്സുകാരൻ്റെ സഹായം തേടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി ഇത് മനസ്സിൽ തെളിയാത്ത സാഹചര്യത്തിൽ മണൽ മാന്താൻ കൂടിയെന്നാണ് മരുഭൂമിയിൽ. എന്നൊരു ഉമ്മാൻ്റെ കാൽഭാഗം പിടിച്ചത് മുഹമ്മദ് മുസ്തഫയായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തലഭാഗത്ത് ഉമ്മൈമനും പിടിച്ചിട്ട് ആ മണലാരണ്യത്തിൽ വരെ മറമാടിയിട്ട് പോകാൻ. പിന്നീട് അങ്ങോട്ടുള്ള കാലം എന്ന് പറയുന്നത് ഏകാന്തത മുറ്റി നിൽക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയും മറ്റൊക്കെയാണ്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരെ മക്കയിലേക്ക് വരാണ്. മക്കയിലേക്ക് വന്നു. അപ്പോഴേക്ക് മക്കയിലൊക്കെ അറിഞ്ഞു ആമിന ബീവി മരണപ്പെട്ടു എന്നുള്ളത്. പിന്നീട് അബ്ദുൽ മുത്തലിബാണ് ഈ പൊന്നുമോനെ എല്ലാ അർത്ഥത്തിലും തൻ്റെ മകൻ്റെ സ്ഥാനം കൊടുത്ത് ഏൽക്കുന്നത്. അബ്ദുൽ മുത്തലിബിന് വേറെയും മക്കളുണ്ട്, ചെറിയ മക്കളുണ്ട്, പേരമക്കൾ വേറെയുണ്ട്. അവരിൽ നിന്നൊക്കെ ഭിന്നമായിട്ട് നിലത്ത് വെക്കാതെ കൂടെ കൊണ്ട് നടക്കും, എപ്പോഴും തോളിലായിരിക്കും. എത്ര വലിയ മീറ്റിംഗ് ആണെങ്കിലും അവരുടെ നേതാവാണ്, ഖുറൈശികളുടെ നേതാവാണ്. ആ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഈ മോനുണ്ടാകും. ഖുറൈശികൾ പലപ്പോഴും ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ഈ മോനോട് ഇത്രമാത്രം പ്രത്യേകത? അപ്പോൾ ഒരു സൂചനയായിട്ട് അബ്ദുൽ മുത്തലിബ് പറയും, ഇന്ന ഫീഹി ലശഅ്നൻ അളീമ, ഓൻ സാധാരണ മോനൊന്നല്ല, ഓനിൽ എന്തോ ഞാൻ കാണുന്നുണ്ട്, എന്തോ ഞാൻ കാണും. ഇത് കൂടെ കൂടെ പറയും, സാധാരണ മോനല്ല. കഅബയോട് ചേർന്ന് നിൽക്കുന്ന മീറ്റിംഗ്, കഅബയുടെ ചുറ്റിലും നടക്കുന്ന മീറ്റിംഗ് ഒക്കെ സുപ്രധാന മീറ്റിംഗ് ആയിരിക്കും. ആ സുപ്രധാന മീറ്റിങ്ങിൽ അബ്ദുൽ മുത്തലിബിന് വേണ്ടി പ്രത്യേകം വിരിപ്പ് വിരിക്കും. ആ വിരിപ്പിൽ അബ്ദുൽ മുത്തലിബിന്റെ മക്കൾ പോലും കടന്നിരിക്കൂല, കാരണം അത് അത്രയും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഈ പൊന്നുമോൻ 6 വയസ്സ് പിന്നിട്ട് 7 8 എത്തുന്ന മോൻ എല്ലാ സമയത്തും സർവ്വസ്വതന്ത്രനായി കഅബയുടെ ചുറ്റും ഓടിക്കളിക്കാനും അബ്ദുൽ മുത്തലിബിന്റെ മടിയിൽ വന്നിരിക്കാനും എല്ലാ അർത്ഥത്തിലും സൗഭാഗ്യം കിട്ടിയ ആളാണ്. തടയൂല, ഒരു നിലക്കും തടയൂല. തൻ്റെ വിരിപ്പ് പലപ്പോഴും മാറ്റി വിരിച്ചു കൊടുക്കാറുണ്ടായിരുന്നു മഹാനായ അബ്ദുൽ മുത്തലിബ്. ഈ അബ്ദുൽ മുത്തലിബ് ആകട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിചരിക്കാനായത് 2
2 വർഷം മാത്രമാണ്. നബി തങ്ങൾക്കാകട്ടെ 8 വയസ്സാകുന്നു. ഈ 2 വർഷത്തിൽ പല സന്ദർഭങ്ങളിലും അവിടെ മക്കയിൽ ഹബീബായി തങ്ങൾ ചെറുപ്പത്തിലെ വളരെ ഫിത്രത്തിന്റെ രൂപത്തിലാണ് ജീവിച്ചു പോന്നത്. അങ്ങനെ പറഞ്ഞാൽ നാട്ടിൽ നടക്കുന്ന ഒരു പേക്കൂത്തുകൾക്കും ഹബീബായി തങ്ങൾ ചെവി കൊടുക്കില്ല. അവിടെ ഡാൻസ് പാർട്ടികളും മറ്റൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കള്ളു കുടിച്ച് കൂത്താടുന്ന പരിപാടികളുണ്ട്. പിന്നെ ഖുറൈശികൾ പാരമ്പര്യമായി ചെയ്തു പോരുന്ന അനാചാരങ്ങളും ആചാരങ്ങളും ഒക്കെ ആയിട്ട് ധാരാളം കാര്യങ്ങളുണ്ട്. അമ്പലത്തിലെ പ്രതിഷ്ഠയും മറ്റുമൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാത്തിനും കുട്ടികൾ സന്തോഷത്തോടെ ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു സമയമായിരിക്കും. പക്ഷേ മുസ്തഫ നബി അതിനൊന്നും ചെവി കൊടുക്കില്ല. താനില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്നൊക്കെ മാറി നിൽക്കും. ജീവിതത്തിൽ ഒരിക്കൽ പോലും കള്ളു കുടിച്ചിട്ടില്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും അന്യായം എന്ന് പറയപ്പെടുന്നതെന്തോ അതൊന്നും ഹബീബായി തങ്ങളിൽ നിന്നുണ്ടായിട്ടില്ല. അങ്ങനെ ജീവിച്ച് വളർന്നവരാണ്. അങ്ങനെ അവസാനം അബ്ദുൽ മുത്തലിബ് ലോകത്തോട് വിട പറയുമ്പോൾ അബൂ ത്വാലിബിനെ ഏൽപ്പിക്കണം. ആരാ അബൂ ത്വാലിബ്? അബൂ ത്വാലിബ് നബിയുടെ ഉപ്പാന്റെ ജ്യേഷ്ഠനാണ്. എങ്ങനത്തെ ജ്യേഷ്ഠൻ? ഒരു ഉമ്മയിലുണ്ടായ ഏട്ടനഞ്ചന്മാരാണ്. വേറെയും കുറെ ആൾക്കാരുണ്ട്. ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ്, അങ്ങനെ തുടങ്ങി ഒരുപാട് മക്കള് അബ്ദുൽ മുത്തലിബിനുണ്ട്. ഉമ്മൈമ എന്ന പിന്നെ ഒരു സഹോദരി ഉണ്ട്. ഇവർക്ക് ധാരാളം സഹോദരിമാരുണ്ട്. ഏതായാലും ഈ കൂട്ടത്തിൽ അബൂ ത്വാലിബും അബ്ദുള്ളയും ഒരു ഉമ്മാക്കുള്ളതാണ്. മനസ്സിലാക്കണേ, അബൂ ത്വാലിബും അബ്ദുള്ളയും ഒരു ഉമ്മാക്കുള്ളതാണ്. അപ്പൊ അബ്ദുൽ മുത്തലിബ് എന്ത് ചെയ്തു? അബൂ ത്വാലിബിനെ ഏൽപ്പിക്കണം. കാരണം എല്ലാ അർത്ഥത്തിലും എൻ്റെ മാപ്പിയും ഒന്നാണ്, അതുകൊണ്ട് നീയാണ് അവനെ ഏൽക്കാൻ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. അവർക്ക് ഓൾറെഡി 2 മക്കൾ പ്രസിദ്ധരായ, ഒന്ന് ജഅഫർ ബിൻ അബി ത്വാലിബ് ഉണ്ട്, മറ്റൊന്ന് അലി ഇബ്നു അബി ത്വാലിബ് ഉണ്ട്. ഇസ്ലാമിന്റെ 4ാം ഖലീഫ അലി ഇബ്നു അബി ത്വാലിബ്. അതുപോലെ തന്നെ ജഅഫർ ത്വയ്യാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ജഅഫർ ബിൻ അബി ത്വാലിബ്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ചരിത്രത്തിൽ പലയിടങ്ങളിലും ഇവരൊക്കെ കടന്നു വരുന്നുണ്ട്. ഏതായാലും അബൂ ത്വാലിബ് ആണ് പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏൽക്കുന്നത്. എങ്ങനെയാണോ ആമിന ഉമ്മ നോക്കിയത്, എങ്ങനെയാണോ അബ്ദുൽ മുത്തലിബ് നോക്കിയത്, അതിലും മികച്ച രൂപത്തിൽ പിന്നീട് അങ്ങോട്ട് 40-ലധികം വർഷം ഹബീബായ തങ്ങൾ ഉപ്പാക്ക് ബദലായി കണ്ടത്, വല്ലുപ്പാക്ക് ബദലായി കണ്ടത്, ആമിന ഉമ്മക്ക് ബദലായി കണ്ടത്, സഹോദരങ്ങളില്ലാത്തതിന് ബദലായി കണ്ടത്, എല്ലാത്തിനും ആശ്രയിച്ചത് അബൂ ത്വാലിബിനെ ആയിരുന്നു. അബൂ ത്വാലിബ് ആകട്ടെ പരമദരിദ്രനാണ്. ആ നിലക്കായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽക്കുന്നത്. പട്ടിണി എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ അതിന്റെ കൈപ്പൊന്നേറെ ചെറുപ്പം തൊട്ടേ അനുഭവിച്ചു പോകുന്നതാണ്. വളരെ ചെറുപ്പം തൊട്ടേ അനുഭവിച്ചു പോകുന്നതാണ്. ഏതായാലും നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം ഇൻഷാ അല്ലാഹ്.